നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ശ്രുതി വല്ലാത്ത ധർമ്മ സങ്കടത്തിലായി. ശ്രുതി ഇങ്ങനെ ഒരു ചതി തന്നോട് ചെയ്യുമെന്ന് ശ്രുതി സ്വപ്നത്തിൽ പോലും കരുതിയതില്ല. എന്നാലും അവൾ എന്തിനാ തന്നോട് ഈ ചതി ചെയ്തേ? താൻ എത്രമാത്രം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അച്ഛമ്മയുടെ സ്വത്തുവകകളൊക്കെ തനിക്ക് കിട്ടും, കാരണം ആദ്യം ജനിക്കുന്ന കുഞ്ഞിനായിരിക്കും സ്വത്തുക്കളൊക്കെ കിട്ടുന്ന ആ ഒരു പ്രതീക്ഷയിലായിരുന്നു. അപ്പൊ വർഷയ്ക്ക് മുമ്പേ താനും ശ്രുതി ഒരു അച്ഛനും അമ്മയും പോകുന്നതിന്റെ സന്തോഷത്തിൽ വരുന്നു. അങ്ങനെ എന്തെല്ലാം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് താൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ചെന്നത്. എന്നിട്ട് ഒടുവില് തന്റെ മുഖത്ത് കരിവാരി തേച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവള് തന്നെ അപമാനിച്ചെന്നൊരു ചിന്തയില് ശ്രുതി മുറിയിലിരിക്കുക. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വർഷയും ശ്രീകാന്തും കൂടെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ അവര് വന്നു കഴിഞ്ഞപ്പോ ശ്രുതിയെ കണ്ടില്ല. ശ്രുതിയെ വിളിക്കാൻ പോയിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്കറിയായിരുന്നു. അങ്ങനെ വർഷ വന്നിട്ട് രേവതി ചോദിച്ചു, അല്ല രേവതി ചേച്ചി എന്തേ ശ്രുതി എത്തിയില്ലേന്ന് ചോദിച്ചു. ശ്രുതി എത്തിയില്ല. അതെന്താ? അവളെ അമ്മയും സച്ചിനൊന്നും കൂട്ടിക്കൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞു. അല്ല, കൂട്ടിക്കൊണ്ട് വരാൻ പോയതാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ കൂട്ടിക്കൊണ്ട് വരാത്തെ? ഒന്നും പറയണ്ട, അവള് കള്ളത്തരം പറഞ്ഞാ നമ്മളോട് എല്ലാവരോടും. എന്ത്? അവള് പ്രഗ്നന്റ് ആന്നുള്ള കാര്യം? കള്ളത്തരോ? ഇത് കേട്ടോണ്ട് വന്ന് ശ്രീകാന്ത് ഞെട്ടിപ്പോയി. അതേന്നെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, എനിക്കും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓർത്തു ഇങ്ങനൊരു കള്ളത്തരം പറയുമെന്ന്. സച്ചേട്ടനും ഇവിടുത്തെ അമ്മയ്ക്കും ഒക്കെ നല്ല സംശയമായിരുന്നു. അവര് നേരെ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞില്ലേ. സ്കാനിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ അവള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടി. എന്റെ ദൈവമേ, എന്നാലും ഈ ശ്രുതിയാടുത്ത ആളൊരു കില്ലാടി തന്നെയാണല്ലോ. വീട്ടിലേക്ക് വരാനായിട്ട് പ്രഗ്നന്റ് ആണെന്ന് കള്ളത്തരം പറയുക. ഓഹോ, ഞാൻ കരുതിയത് ശരിക്കും ഗർഭിണി തന്നെ ആയിരിക്കുന്ന. ശ്രീകാന്ത് പറഞ്ഞു, ശ്രുതിയടുത്തല്ലേ, ഇതല്ല ഇതിലപ്പുറം ചെയ്യും. ശ്രുതിയുടെ കാര്യം ഓർത്തിട്ടാ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. അത് കേട്ടതും വർഷ പറഞ്ഞു, ഈ പറയുന്ന ശ്രുതിയേട്ടനും ആള് പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. അച്ഛന്റെ പണം അടിച്ചു മാറ്റിക്കൊണ്ട് ഓടിയതല്ലേ. എന്തൊക്കെ കള്ളത്തരങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്തിട്ടുണ്ട്. എടി അതൊക്കെ ശരി തന്നെ. എന്നാലും ഭാര്യ ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിയുമ്പോ ഏതൊരു ഭർത്താവിനെ സന്തോഷമില്ലാതെ അവര് ഭയങ്കര സന്തോഷത്തിലായിരിക്കുമല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു കഴിയുമ്പോ ശ്രുതിയേട്ടന്റെ അവസ്ഥ എന്താ? ശ്രുതിയേടത്തി ആലോചിക്കാത്തെ. പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീകാന്ത്. ചിലരിങ്ങനെയാ, എത്രയാന്ന് പറഞ്ഞാലും നന്നാവില്ല. അവർക്ക് അവരുടെ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ വേദനകളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും അവരൊരിക്കൽ പോലും ചിന്തിക്കാറില്ല. അതുപോലെ ഒരാളെ ഈ ശ്രുതി. പിന്നെ ശ്രുതിക്ക് ചേരുന്ന ആളെ തന്നെ കിട്ടിയെന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, അത് ശരിയാ. അച്ഛനും സച്ചേനും ഒക്കെ എത്രമാത്രം വേദനിച്ചിട്ടുണ്ട് ഈ ശ്രുതിയേട്ടൻ കാരണം. ഇനിയിപ്പം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ ശ്രുതിക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അന്ന് രാത്രി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി എന്ത് ചെയ്തു? ബീറൊക്കെ വാങ്ങിയിട്ട് സച്ചിയെ ശ്രീകാന്തിനെയും കൂടെ വിളിച്ചു. നേരെ ടെറസിന്റെ മുകളിലേക്ക് പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, അതെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ബിയർ വാങ്ങിയത്. എടാ, നീ ബിയർ വാങ്ങിയതൊക്കെ കൊള്ളാം, പക്ഷെ ഞങ്ങളിത് കുടിച്ചു കഴിഞ്ഞിട്ട് നീ ഞങ്ങളോട് പൈസ ചോദിച്ചാ ഉണ്ടല്ലോ എന്ന് സച്ചി പറഞ്ഞു. അതെന്ത് വർത്താന സച്ചി നീ പറയണേ? ഇതിനു മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ട് അവസാനം കുടിച്ചു കഴിയുമ്പോൾ നീ പൈസ ചോദിക്കും ഞങ്ങളോട്. ശ്രീകാന്ത് പറഞ്ഞു, സച്ചിയേട്ടൻ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്. അതെ, അതൊന്നും ഞാൻ ചോദിക്കത്തില്ല. എടാ, എനിക്ക് സങ്കടം സഹിക്ക വയ്യാത്തോണ്ടാ. ശ്രീകാന്ത് പറഞ്ഞു, അതിനെന്തിനാ ശ്രുതിയാണ് ഇത്ര ടെൻഷൻ അടിക്കണേ? പിന്നെ ടെൻഷൻ അടിക്കാതെ, എടാ ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്വപ്നം വരെ കണ്ടു, അറിയാവോ? എനിക്ക് കുഞ്ഞ് പിറക്കുന്നേ അതിനെ കൊഞ്ചിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടു. ഒടുവില് അവൾ എന്നോട് കള്ളത്തരം പറഞ്ഞാന്നറിഞ്ഞപ്പോ ആ ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ അവസ്ഥ എന്തെന്നറിയാവോ? എടാ സച്ചി, എനിക്ക് ജീവിക്കണമെന്ന് പോലും തോന്നില്ലടാ. ഇപ്പൊ മരിച്ചാലൊന്ന് പോലും ചിന്തിച്ചു പോവുക. ശ്രീകാന്ത് പറഞ്ഞു, ഇത്ര നിസ്സാര കാര്യത്തിന് മരിക്കാനാ? നല്ല കഥയായി. എടാ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറ. എനിക്കാണെങ്കിൽ ആലോചിക്കുമ്പോഴെത്തും പിടിയും കിട്ടുന്നില്ല. അവള് ഗർഭിണിയാന്ന് കള്ളത്തരം പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവളെ ഞാൻ അത്ര വിശ്വസിച്ചു. അവൾ ഇതിനു മുമ്പ് കുറെ കള്ളത്തരങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഞാൻ കരുതിയത് അവൾ ഈ കാര്യമെങ്കിലും സത്യം പറഞ്ഞായിരിക്കുമെന്നാ. പക്ഷെ ഇതും എന്നോട് കള്ളത്തരം പറഞ്ഞ. സച്ചി പറഞ്ഞ, എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു പാർലടത്തിന്റെ കാര്യത്തില്. പാർലടത്തി പഠിച്ച കള്ളിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാണ് അമ്മയ്ക്ക് സംശയം ഉണ്ടായത്. ഞാനും അമ്മയും കൂടെ ഇന്നലെ തന്നെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയിട്ട് വന്നാൽ മതിയെന്ന്. പാർലടത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ആ കള്ളത്തരം പറഞ്ഞ് ഇവിടെ കയറി പറ്റുക. എന്നിട്ടോ കുറച്ച് കഴിയുമ്പോൾ അബോർട്ടായി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാരെയും വിശ്വസിപ്പിക്കുകയും ചെയ്യാം. വീണ്ടും എല്ലാവരും ആ കള്ളത്തരത്തിൽ കുടുങ്ങിയനം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പാർലടത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വരാൻ പോകുന്നില്ല. അവര് വിചാരിച്ചുകൊണ്ടിരുന്ന എന്താ, എല്ലാരെയും ഈസി ആയിട്ട് കള്ളത്തരം പറഞ്ഞ് വിശ്വസിപ്പിച്ച് അങ്ങനെ കാര്യം നടത്തിയെടുക്കാന്ന്. അപ്പോഴേക്ക് ശ്രുതി ഇരുന്ന് കരയാൻ തുടങ്ങി. ശ്രുതിയെ ശ്രീകാന്ത് സച്ചി സമാധാനിപ്പിച്ചു. പോട്ടെ, സാരമില്ല, സമാധാനപ്പെടുന്നു പറഞ്ഞു.
അപ്പോഴേക്കും ശ്രീകാന്ത് വെച്ച് ഇനി ശ്രുതിയേട്ടൻ്റെ തീരുമാനം എന്താ? അമ്മ എന്താണെങ്കിലും ശ്രുതി അടുത്ത് ഈ വീട്ടിലേക്ക് കയറ്റുമെന്ന് തോന്നില്ല. എടാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ ഭാര്യയായി പോയില്ലേ അവള്, എന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടി അവള്. അതെ ശ്രുതിയേട്ടാ, ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് ആയിരുന്നില്ല ഇങ്ങോട്ടേക്ക് കയറണ്ടേ. എത്രമാത്രം കള്ളത്തരം പറഞ്ഞു. ശ്രുതിയേട്ടൻ പാവമായതുകൊണ്ട് അതെല്ലാം വിശ്വസിച്ചു. ശ്രുതിയേട്ടൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമെന്ന് പാർലടുത്തേക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു. അതോടെ കേട്ടിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഭയങ്കര വെപ്രാളമായി. അന്നത്തെ രാത്രിയിലാണെങ്കിൽ അങ്ങനെ മദ്യം കഴിച്ചിട്ട് പോലും ഉറങ്ങാൻ പറ്റുന്നൊരു അവസ്ഥയായിരുന്നില്ല. പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ രേവതി പൂ കൊടുക്കാനായിട്ട് പോയി. പൂ കൊടുക്കാൻ പോകുന്ന സമയത്ത് രേവതിയുടെ മനസ്സിൽ ശ്രുതിയെക്കുറിച്ചുള്ള ചിന്തകളുണ്ടായിരുന്നു. ഇത്രയും കള്ളത്തരങ്ങളൊക്കെ അവൾ പറഞ്ഞു. എന്നിട്ടും എത്ര എന്താ പറഞ്ഞാൽ അവൾ നന്നാവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലെല്ലാവരും എത്ര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ പൂ കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനുമാണ് ഈ പറയുന്ന രേവതിയുടെ സ്കൂട്ടിയുടെ അരികിൽ ആന്റണി നിൽക്കുന്നുണ്ട്. ഒരു നിമിഷം രേവതി നോക്കി. സ്കൂട്ടിയിലേക്കൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ അവൻ നിൽക്കുന്ന കാഴ്ചയുണ്ട്. എന്തോ ഒരു കള്ളത്തരം ഫീൽ ചെയ്തു. കാരണം അവൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു. രേവതി അപകടപ്പെടുത്താനായിട്ട് സ്കൂട്ടിക്കൊരു പണി കൊടുക്കാനാണ് വന്ന് നിന്നേ. അപ്പോഴേക്കും കൃത്യസമയത്ത് തന്നെ രേവതി ഇറങ്ങി വന്നു. രേവതി വന്നു കഴിഞ്ഞപ്പോൾ ആന്റണി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രേവതി പെട്ടെന്ന് പറഞ്ഞു, സ്കൂട്ടിയിൽ നിന്ന് കൈ എടുക്കടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആന്റണി പറഞ്ഞു, എടുത്തില്ലെങ്കിലോ? മര്യാദയ്ക്ക് എടുക്കുന്ന നിനക്ക് നല്ലത്. ഓ പിന്നെ ഒരു മര്യാദ പഠിപ്പിക്കാൻ മര്യാദക്കാരി വന്നിരിക്കുന്നു. ഒന്ന് പോടി അവിടുന്ന്. ഞാൻ ചിലപ്പോൾ ഇത്താ പിടിച്ചതും തൊട്ടെന്ന് ഇരിക്കും. നിനക്കെന്താ? എന്താന്നോ ഞാൻ കാണിച്ചു തരണമെന്ന് പറഞ്ഞ ഒറ്റ അടിയായിരുന്നു അവൻ്റെ കവള നോക്കി. കാരണം പൊത്തിപ്പോയി. രേവതി പണിയെടുക്കുന്ന കൈയല്ലേ, നല്ല താഴ്മ്പുള്ള കൈയായിരുന്നു. ഈ സമയം രേവതി ഒരു മാറിപ്പോടാ അവിടുന്ന്. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? എല്ലാ പെണ്ണുങ്ങളെ പോലെ എന്നെ കരുതരുത്, മാറി നിൽക്കടാന്ന് പറഞ്ഞൊരു തള്ളും കൂടെ കൊടുത്തിട്ട് രേവതി സ്കൂട്ടി എടുത്തോണ്ട് പോകുക. കണ്ണത്ത് കൈയും പിടിച്ചോണ്ട് ആന്റണി നിൽക്കുക. ആന്റണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശരിക്കും നാണം കെട്ടുപോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രേവതി വീട്ടിലേക്ക് വരുമ്പോഴത്തേനും സച്ചിക്കൊന്നും ഓട്ടം ഉണ്ടായിരുന്നില്ല. സച്ചിയും കൂടെ ഇറങ്ങിച്ചെന്നു. ഈ സമയത്ത് സച്ചി ചിതം തന്നെ നേരത്തെയോ? അത് സച്ചിയാണ് തോന്നുക. ഞാൻ പൂവൊക്കെ കൊടുത്തിട്ടാ വരുന്നേന്ന് പറഞ്ഞു. അല്ല സച്ചിയാണ് ഓട്ടമില്ലായിരുന്നോ? ഓട്ടമില്ലായിരുന്നു പറഞ്ഞു. പിന്നീട് രേവതി അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു, സച്ചേട്ടാ ഇന്നൊരു തമാശ ഉണ്ടായെന്ന് പറഞ്ഞു. തമാശോ? എന്ത്? അത് ഞാൻ പറയാം. അല്ല നീ കാര്യം എന്താ വെച്ചാ പറ. അത് പിന്നെ ഉണ്ടല്ലോ, ഞാൻ പൂ കൊടുത്തിട്ട് ഇറങ്ങി വരണ സമയത്ത് ആന്റണി അവൻ എൻ്റെ സ്കൂട്ടിയെ കൈ വെച്ച് നിൽക്കുന്നു. അവനോട് കൈ മാറ്റാൻ പറഞ്ഞിട്ട് അവൻ മാറ്റിയില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അവൻ്റെ കൈ അങ്ങോട്ട് പിടിച്ച് മാറ്റിയിട്ട് അവൻ്റെ കർണത്ത് ഒരൊറ്റ ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചെന്ന് പറഞ്ഞു. അവനെ അടിച്ചെന്നോ? പിന്നല്ലാതെ, ഇതാ തമാശ എന്നും പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. സച്ചി അന്തം വിട്ട് നിൽക്കുകയാണ്. അവൾ ഭയങ്കര ലാഘവത്തോടെയാണ് അത് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. അപ്പോഴേക്ക് സച്ചി പിന്നാലെ ഇരുന്നു. രേവതി സത്യമാണോ നീ പറയണേ? എങ്കിൽ പിന്നെ ഞാൻ കള്ളത്തരം പറഞ്ഞ, അല്ലാതെ പിന്നെ. എടി അവൻ നിന്നെ ഒന്നും ചെയ്തില്ലേ, നീ എന്തിനാ അങ്ങനെ ഒറ്റയ്ക്ക്? കാരണം ആന്റണിയുടെ സ്വഭാവം നന്നായിട്ട് അറിയാൻ രേവതിക്ക്. രേവതി പറഞ്ഞു, സച്ചിയേട്ടാ ഞാൻ എന്തിനാ പേടിക്കണേ? അവനെ പോലൊരുത്തനെ ഭയക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ സച്ചിയേട്ടനെ പോലൊരു ഭർത്താവ് എനിക്കുണ്ടല്ലോ. എന്ത് വന്നാലും. എടി എന്നാലും അവനെങ്ങാനും നിന്നെ ഒറ്റയ്ക്ക് കിട്ടിയായിരുന്നെങ്കിൽ. അതൊന്നും ഓർത്ത് ഈ രേവതിക്ക് ഒരു പേടിയില്ല. അവനെ അനാവശ്യം കാണിക്കാൻ എൻ്റെ അടുത്ത് വന്നാൽ ഇനി ഇതല്ല ഇതിനപ്പുറം ഞാൻ ചിലപ്പോൾ കൊടുത്തെന്നിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് രേവതി ധൈര്യപൂർവ്വം അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഒരു നിമിഷം സഞ്ജയ്ക്ക് മനസ്സിലായി ആന്റണി വീണ്ടും കളത്തിൽ ഇറങ്ങിയിരിക്കുക. അവൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.